രക്ഷാംസി യത്രോഗ്രവിഷാശ്ച നാഗ എത്ര അരയോദസ്യുബലാനി എത്ര ദാവാനലോ എത്ര തഥാബ്ധിമധ്യേ തത്ര സ്ഥിതാത്വം പരിവാസി വിശ്വം. നമസ്കാരം. സന്ധ്യാവന്ദനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ദേവി മാഹാത്മ്യത്തിൽ ഒരു ശ്ലോകം മുമ്പ് ചെല്ലുണ്ടായി. ഇത് വേറൊരു ശ്ലോകമാണ്. ഈ ദേവി മഹാത്മ്യം 11-ാം അധ്യായം ദിവസേന ചെല്ലിയാൽ ഒരുപാട് നമ്മുടെ ദുഃഖങ്ങൾക്കൊക്കെ നിവൃത്തി വരുന്നതാണ്. രോഗാനശേഷാനപകംസി എന്നുള്ള ശ്ലോകമാണ് മുമ്പ് ഒരു പ്രാവശ്യം ചെല്ലിയത്. സർവ്വരോഗങ്ങളും തീരാനും വന്നത് മാറാനും അത് സഹായിക്കും എന്നാണ്. ഇവിടെ രക്ഷാംസി യത്രോഗ്രവിഷാശ്ച നാഗ എത്രാരയോ ദസ്യുബലാനി എത്ര. നമുക്ക് ചുറ്റും സംഭവിക്കാൻ സാധ്യതയുള്ള പല അപകടങ്ങളിൽ നിന്നും സർവേശ്വരിയായ ജഗദംബിക നമ്മളെ രക്ഷിക്കും എന്നാണ് ഈ ശ്ലോകം ചൊല്ലി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ. എവിടെയൊക്കെയാണ് അപകട സാധ്യതകളുള്ളത്? ഇപ്പോൾ കേരളത്തിൽ എവിടെ നോക്കിയാലും നാൽക്കാലികളുണ്ട് ഇല്ലേ? വാലും 4 കാലുള്ള സാധനങ്ങൾ കുറച്ച് ചാടി അതിനായിട്ട് കൊല്ലാനും പാടില്ല. മനുഷ്യനെ കൊല്ലാട്ടോ, മനുഷ്യനെ കൊല്ലുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇവയെ കൊന്നാൽ കേസും കൂട്ടവും കാര്യങ്ങളും. അപ്പം ആ മാതിരി റോട്ടിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ ജീവൻ അപകടം ഉള്ള ശ്വാക്കൾ, അതുപോലെ തന്നെ പാമ്പുകൾ. അതാണ് രക്ഷാംസി എത്ര ഉഗ്രവിഷാശ്ച നാഗ. ഉഗ്രവിഷങ്ങളുള്ള നാഗങ്ങൾ, ഈ പാമ്പുകൾ എവിടെ ഇല്ലാത്ത സത്യത്തിൽ എവിടെയൊക്കെ വരാം. ഏത് ചെറിയ സ്ഥലത്ത് കൂടെയും കയറി വന്ന് ഒളിച്ചിരിക്കാം ഇല്ലേ? നമ്മൾ എന്ത് തൊടുമ്പോഴാണ് നമ്മുടെ കയ്യിൽ കടി കിട്ടുക നിശ്ചയില്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ രക്ഷിച്ചു പോണത് ആരാ അറിയോ? സർവേശ്വരിയായ ജഗദംബിക അല്ലെങ്കിൽ ഒരു ഈശ്വരനാണ് നമ്മളെ രക്ഷിച്ചു കൊണ്ട് പോകുന്നത്. അതാണ് രക്ഷാംസി എത്രോഗ്രവിഷാശ്ച നാഗ എത്ര ആരയോ ദസ്യുബലാനി. എത്ര ശത്രുക്കൾ. ഏറ്റവും വലിയ ശത്രു നമ്മുടെ മനസ്സാണെന്ന് മുമ്പൊരിക്കൽ പറയുണ്ടായി. ആ മനസ്സാകുന്ന ശത്രുവിൽ നിന്ന് നമ്മെ സ്വയം രക്ഷിക്കുക. കാമക്രോധാദികൾ മനസ്സിൽ വന്നു ചേർന്ന് നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ അതാവാം. പിന്നെ നമ്മളെ ആക്രമിക്കാൻ വരുന്ന നേരത്തെ പറഞ്ഞ ശത്രുക്കൾ, കള്ളന്മാർ, ദസ്യു ബലാനി എത്ര, കള്ളന്മാരുടെ ഉപദ്രവം. അതുപോലെ തന്നെ ഉഗ്രവിഷാശ്ച നാഗ, ഉഗ്രവിഷങ്ങളുള്ള നാഗങ്ങളിൽ നിന്ന്, ദസ്യുബലാനി കള്ളന്മാരിൽ നിന്ന്, ദാവാനലോ കാട്ടുതീയ്. ഇന്നിപ്പോൾ കാടേയില്ല, പിന്നെ കാട്ടുതീ ഉണ്ടാവുമോ? ആ കാട് നാട് വെട്ടിക്കളഞ്ഞോളൂ. തീയില്ലേ? തീയില്ലാണ്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഉണ്ടോ? ഇപ്പം ഇൻഡക്ഷൻ കുക്കറാണെങ്കിൽ അതിലും അഗ്നി തന്നെയാണ് വേറൊരു വിധത്തിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കണത്. അത് ഷോക്കടിച്ചൂടെ? എത്ര പൊട്ടിത്തെറിച്ചിട്ട് നമ്മൾ പേപ്പറിൽ വിവരങ്ങൾ കാണുന്നു. ഷോക്കടിച്ചിട്ടാവാം, കറണ്ടിൽ നിന്ന് ഭീതി ഉണ്ടായിട്ടാവാം അല്ലേ? ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ടാവാം. ഇതൊക്കെ ദാവാനലോ. കാട്ടുതീ മാത്രമല്ല, ഈ അനലൻ എന്ന് പറഞ്ഞാൽ തീയ് അല്ലെങ്കിൽ ചൂട്. അപ്പോൾ നമ്മളിതൊക്കെ എന്നും പെരുമാറുന്നതാണ്. കറണ്ട്, അഗ്നി, ദാവാനലോ എത്ര തഥ അബ്ധി മധ്യേ. സമുദ്രത്തിൻ്റെ നടുക്ക്. സാധാരണ നമ്മൾ വെള്ളത്തിൻ്റെ നടുക്ക് ആവാറില്ല എന്നുണ്ടെങ്കിലും വെള്ളപ്പൊക്കം വന്നാൽ 2017 ഇപ്പോൾ 2-ാം നിലയുടെ മുകളിലേക്കും കൂടി വെള്ളം കയറി എന്നൊക്കെ കണ്ടു. അത്ഭുതകരമായി പലരും രക്ഷപ്പെട്ടു എന്നും കണ്ടു. ആരാ രക്ഷിച്ചത്? അല്ലെങ്കിൽ നേവി കപ്പലിൽ പോണവർക്ക് മുങ്ങാണ്ട് രക്ഷിക്കുക. ഇത് എപ്പോഴാണ് മുങ്ങാന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ജലകന്യക ദുരന്തം, തട്ടേക്കാട് ബോട്ട് ദുരന്തം, ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ട് എന്തുകൊണ്ടാണ് മുങ്ങിയെന്ന് അറിയില്ല. ചില പറഞ്ഞു എല്ലാവരും കൂടി ഒരു ഭാഗത്ത് വന്ന് നോക്കിയപ്പോഴാണ് മുങ്ങിയത്. യന്ത്രത്തകരാറ് കൊണ്ടാണെന്ന് വേറൊരു കൂട്ടർ. ശരിക്കും വരച്ച എന്താ ഉത്തരം അറിയില്ല. ഇത് വെള്ളത്തിൽ നിന്ന് ഈ കരയിൽ നിന്ന് പുറപ്പെട്ട അപ്പുറത്തേക്ക് എത്തണത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എത്തും, അല്ലെങ്കിലോ മുങ്ങും ചെയ്യും. ഇത് രണ്ടിനും പ്രയാസമില്ല. എന്തുകൊണ്ടാണ് മുങ്ങാത്തത് എന്ന്, എന്തുകൊണ്ടാണ് മുങ്ങുക എന്ന് നമുക്കൊന്നും മുഴുവൻ പറയാനൊന്നും പറ്റില്ല. നമ്മളെന്തൊക്കെയോ കാട്ടിക്കൂട്ടണമെന്ന് മാത്രം. അതാണ് അബ്ധി മധ്യേ. വെള്ളത്തിൻ്റെ നടുക്ക് നമുക്ക് സഞ്ചരിക്കേണ്ടി വന്നാലും അതിൽ അപകടം ഉണ്ടാവാണ്ടിരിക്കണമെങ്കിൽ സർവേശ്വരിയായിരിക്കുന്ന ജഗദംബികയുടെ അനുഗ്രഹം വേണം. ദാവാനലോ എത്ര തഥ അബ്ധി മധ്യേ. വെള്ളത്തിൽ നിന്ന് വരുന്ന ഉപദ്രവങ്ങൾ. തത്ര സ്ഥിതാത്വം പരിവാസി വിശ്വം. അല്ലയോ ദേവി, ഈ വക അപകട സാധ്യതകളിൽ നിന്നൊക്കെ എല്ലാവരെയും സദാ രക്ഷയ്ക്കായിട്ട് ഉണ്ടാവണേ. ഞാൻ ഈ തിരുനാവായ ദിവസത്തിൽ
വായിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ വായന 15 കൊല്ലം പോയി കേട്ടോ. ഇപ്പം നേരം വെളിച്ചാവണേൻ്റെ മുമ്പ്, പ്രഭാതം ആവണേൻ്റെ ഇരുട്ടാവണേൻ്റെ ഇറങ്ങും. അവിടേക്ക് ഈ യുവാക്കൾ പന്നിയൊക്കെ അടക്കമുള്ള നാടാണ് ഞങ്ങളുടെ. ഒക്കെ രാവിലെ ഇത് ചൊല്ലിയിട്ടാണ് ഇറങ്ങുക. രക്ഷാംസി യത്രോഗ്ര വിഷാശ്ചനാക. ഈ ശ്ലോകം ചൊല്ലി ഭാഗ്യം കൊണ്ട് ഈ 15 കൊല്ലം ഒരു ഉപദ്രവം ഉണ്ടായില്ല. അഥവാ വല്ല ശുവാക്കളെ കണ്ട ഒരു വേരിയുടെ ഉള്ളിൽ കൂടെയാണ് പോകും നമ്മളെ കണ്ട. അതൊക്കെ അനുഭവമാണ്, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ അത്തരം ഉപദ്രവങ്ങൾ നമ്മളെ ഇല്ലാണ്ടിരിക്കാൻ ഈ മന്ത്രത്തിനൊക്കെ ശക്തിയുണ്ട്. ദൈവമാത്മ്യമൊക്കെ മന്ത്രമാണ്, സ്തോത്രമല്ല, അത് മന്ത്രമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഫലം ഇതിലുണ്ട്. ആ മന്ത്രശക്തി നമ്മുടെ ശരീരത്തിലുള്ളിടത്തോളം ഒരു ജീവിക്ക് പെട്ടെന്ന് നമ്മളെ ആക്രമിക്കാനായിട്ട് തോന്നില്ല എന്നാണ്. എങ്ങനെയെങ്കിലും അത് വഴിതിരിഞ്ഞ് പൊക്കോളും. അപ്പോൾ ഈ ശ്ലോകം ചൊല്ലിയിട്ട്, അതുപോലെ നരസിംഹമൂർത്തിയുടെ നാരായണ കവചത്തിലുള്ള ശ്ലോകമുണ്ട്. അപ്പം ഇതാണ്ട് ചൊല്ലി ഇറങ്ങിയ അന്നത്തെ ദിവസം ഒരു അപകടവും ഉണ്ടാവില്ല. ഒരു വണ്ടി പോലും മുട്ടലോ തട്ടലോ, എത്ര വണ്ടി കയറിയിട്ടാണ് പോയിരുന്നത്, ബസ് കയറിയിട്ടാണ് പോയിരുന്നത്. അപ്പോൾ അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ദൈവാധീനം ഉണ്ടെങ്കിലേ രക്ഷയുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ശ്ലോകമൊക്കെ ചൊല്ലിയാൽ കാട്ടുതീയിൽ നിന്ന്, കറണ്ടിൽ നിന്ന്, അഗ്നിയിൽ നിന്ന്, നമ്മുടെ ശത്രുക്കളായിട്ടുള്ള മൃഗങ്ങളിൽ നിന്ന്, ഉഗ്രവിഷമുള്ള നാഗങ്ങളിൽ നിന്ന് എല്ലാം നമ്മൾ കൂട്ടിയ രക്ഷ കിട്ടുന്ന നമ്മുടെ അഭിമാനമല്ലേ. എവിടെയാണ് അപകടം വരാൻ സാധ്യത ഇല്ലാത്തത്? എല്ലാ ദിക്കിലും അപകട സാധ്യതയാണ് ഇന്നത്തെ കാലത്തല്ലേ. അപ്പോൾ അത്തരം ശത്രുദോഷം, ഏതെങ്കിലും ജീവികളിൽ നിന്നുള്ള ഉപദ്രവം ഒന്നും ബാധിക്കാതെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥന എന്നും ഈ ഏകാദശാധ്യായം മുഴുവൻ ചൊല്ലിയാൽ വളരെ നല്ലതാണ്. രക്ഷാംസി യത്രോഗ്രാശ് എന്നുള്ളത് ചൊല്ലിയാൽ ഈ വക അപകടങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെയൊക്കെ രക്ഷ കിട്ടും എന്നുള്ള ശ്ലോകങ്ങളാണ്. രക്ഷാംസി എത്ര ഉഗ്രവിഷാശ്ചനാക എത്രാരയോ ദസ്യുബലാനി എത്ര ദാവാനലോ എത്ര തഥാപ്തി മധ്യേ തത്ര സ്ഥിതാത്വം പരിപാസി വിശ്വം. നല്ലൊരു സന്ധ്യ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.